ഓരോ യുഗത്തിലുമുള്ള ഭഗവത് ഭജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്ലോകം 5. ശ്വേതഛായം കൃതേ ത്വാം. കൃതയുഗത്തിൽ, സത്യയുഗത്തിൽ ഭഗവാന്റെ നിറം വെളുപ്പ് എന്നാണ് സങ്കല്പം. ശ്വേതഛായം, വെളുത്ത നിറത്തിൽ. മുനിവരവപുഷം, ശ്രേഷ്ഠനായ ഒരു മുനിയുടെ ശരീരം. പ്രീണയന്തേ തപോഭിഹി, ധാരാളം തപസ് ചെയ്ത് ഭഗവാനെ ഭജിക്കുന്നു. കൃതയുഗത്തിൽ തപസ്സിനാണ് പ്രാധാന്യം. ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് തപസ്സുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഭഗവാനെ ഭജിക്കുന്ന ആൾ ഭഗവാനെ മുനിയുടെ രൂപത്തിലാണ്, ശ്രേഷ്ഠനായ ഒരു മുനിയുടെ രൂപത്തിൽ വെളുത്ത നിറത്തിൽ ഭക്തന്മാരെ ഭജിക്കുന്നു. ത്രേതായുഗത്തിൽ, അടുത്ത യുഗം. സൃക്സ്രുവാദ്യങ്കിതമരുണതനും, യാഗാദികളിലാണ് യാഗാദികളിലൂടെയാണ് ഭഗവാനെ ഭജിച്ചത്. അപ്പോൾ കയ്യിൽ സൃക്കും സ്രുവവും ഒക്കെ പിടിച്ചിരിക്കുന്നു. ഇതിനുള്ളതാണത്. നെയ്യും മറ്റും എടുത്ത് അഗ്നിയിൽ ഹോമിക്കാനുള്ളതാണ് അർത്ഥം. സൃക്ക് എന്ന് പറയുന്നത് ഹോമം ചെയ്യാനുള്ള ജുഹു എന്നു പേരായിട്ടുള്ള ഒരു തവി. സ്രുവം ഗോകർണം പോലെയുള്ള ഒരു തവി. അങ്ങനെ സൃക്കും സ്രുവം അത് രണ്ടും കയ്യിൽ പിടിച്ച് അരുണതനും, ചുവപ്പ് നിറം. എന്താ കാരണം? തീയിൻ്റെ അടുത്താണ്ടിരിക്കുന്നത്, ദേഹം ചൂടാവും, ദേഹം ചുവപ്പ് നിറം വരും. അതാണ് തീയിൻ്റെ അടുത്തിരിക്കുമ്പോൾ. യജ്ഞരൂപം യജന്തേ, അങ്ങനെ യജ്ഞമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അവർ പൂജിക്കുന്നു. സേവന്തേ തന്ത്രമാർഗൈ, എപ്പോഴാണോ ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരത്തേക്ക് എത്തുന്നത്, ദ്വാപരയുഗത്തിൽ തന്ത്രമാർഗങ്ങളാണ്. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു, 2 വിധത്തിലുള്ളതായ താന്ത്രിക കർമ്മയോഗം, വൈദിക കർമ്മയോഗം, താന്ത്രിക കർമ്മയോഗം. അതിൽ താന്ത്രിക കർമ്മയോഗ പ്രകാരം വിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം, നല്ല പ്രകാശമുള്ളതായ അരി, ചക്രം, ഗദ, ശ്യാമള നിറത്തിൽ ഉള്ളതായ ഭഗവാനെയാണ് തന്ത്രമാർഗങ്ങളിലൂടെ ദ്വാപരയുഗത്തിൽ അവർ പൂജിക്കുന്നത്. നീലം സങ്കീർത്തനാദ്യൈ കലിസമയേ, കലികാലം എത്തിയപ്പോൾ നീല നിറത്തിലുള്ള ആ ഭഗവാനെ കീർത്തനങ്ങൾ കൊണ്ട് മാനുഷാസ്വാം ഭജന്തേ, ഭഗവാൻ മനുഷ്യരെ അങ്ങയെ ഭജിക്കുന്നു. 4 യുഗത്തിൻ്റെയും ഓരോ യുഗത്തിലുമുള്ളതായ വ്യത്യാസം. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗത്തിൽ തപസ്സാണ്, തപസ്സിനാണ് പ്രാധാന്യം. അവിടെ ഭഗവാൻ ഒരു മുനിയുടെ രൂപത്തിൽ വെളുത്ത ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഭഗവാനെ പൂജിക്കുന്നു. പ്രണയന്തേ തപോഭിഹി, തപസ്സുകൊണ്ടാണ് അവിടെ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത്.
ത്രേതായാം, അടുത്ത യുഗം, ത്രേതായുഗം. ആ ത്രേതായുഗത്തിലെത്തുമ്പോഴേക്ക് യജ്ഞങ്ങളായി. ഒരു യജ്ഞത്തിന് ശേഷം വേറൊരു യജ്ഞം. അപ്പോൾ യജ്ഞത്തിന് വേണ്ടതായ 2 ഉപകരണങ്ങളാണ് സൃക്ക്, സ്രുവം. സൃക് സ്രുവാദ്യങ്കിതമരുണതനും. സൃക്കും സ്രുവവും കയ്യിലെടുത്തിട്ടുള്ളതായ ചുവപ്പ് നിറത്തിലുള്ളതായ ശരീരം. അങ്ങനെ യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ യജിക്കുന്നു, പൂജിക്കുന്നു. ദ്വാപരേ, അടുത്ത യുഗം ദ്വാപരയുഗം. അവിടെ തന്ത്രമാർഗം. സേവന്തേ തന്ത്രമാർഗൈഹി. തന്ത്രമാർഗപ്രകാരം ഭഗവാൻ എങ്ങനെയുണ്ട്? വിലസദരിഗതം ശ്യാമളാംഗം. കയ്യിൽ ചക്രം, ഗദ മുതലായത് ധരിച്ചിട്ടുള്ള ആ ഭഗവാനെ, ശ്യാമള നിറത്തിലുള്ളതായ ഭഗവാനെ അവരെ പൂജിക്കുന്നു, സേവിക്കുന്നു. കലിസമയേ, കലികാലമായപ്പോൾ നീല നിറത്തിൽ കീർത്തനങ്ങളെ കൊണ്ടാണ് ഭഗവാനെ ഭജിക്കുന്നത്. കീർത്തനങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം എന്നർത്ഥം. അപ്പോൾ 4 യുഗങ്ങൾ. കലിയുഗമാണ് ഏറ്റവും ചെറിയ യുഗം. 4,32,000 വർഷമാണ് കലിയുഗം. ദ്വാപരയുഗം അതിൻ്റെ ഇരട്ടി, 4,32,000 ഇൻറ്റു 2. ത്രേതായുഗം കലിയുഗത്തിൻ്റെ 3 ഇരട്ടി. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം കലിയുഗത്തിൻ്റെ 4 ഇരട്ടി. ഇതാണ് ചതുർയുഗം എന്ന് പറയും. ഇങ്ങനെയുള്ള 1000 ചതുർയുഗങ്ങൾ കൂടുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം. ഒരു ദിവസം എന്ന് പറയാൻ വയ്യ, ഒരു പകൽ. അത്ര തന്നെ രാത്രി. അപ്പോൾ 432 കോടി ഇൻറ്റു 2 ഒരു ദിവസമായി, ഇൻറ്റു 360 ഒരു കൊല്ലമായി, ഇൻറ്റു 100 ബ്രഹ്മാവിൻ്റെ ആയുസ്സായി. ഇത്രയും കാലം ഭക്തജനങ്ങൾ ഓരോരോ യുഗങ്ങളിൽ ഓരോരോ മാർഗങ്ങളിലൂടെ ഭഗവാനെ ഭജിക്കുന്നു. കൃതയുഗത്തിൽ മുനിയുടെ രൂപത്തിൽ ഭജിക്കുന്നു. തപസ്സുകൊണ്ടാണ് അവിടെയുള്ള ഭജന. ത്രേതായുഗത്തിൽ യജ്ഞങ്ങളെ കൊണ്ടാണ് ഭജിക്കുന്നത്. ദ്വാപരയുഗമായപ്പോൾ തന്ത്രമാർഗത്തിലുള്ളതായ പൂജകളെ കൊണ്ട് ഭജിക്കുന്നു. കലിയുഗത്തിൽ സങ്കീർത്തനാദ്യേഹി, നാമജപം കൊണ്ട്. അപ്പോൾ 4 യുഗങ്ങളിലും ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ് സങ്കീർത്തനം, കലിയുഗം. അതിനി അങ്ങോട്ട് പറയും. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ വന്ന് ജനിക്കാൻ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു എന്നാണ് പറയണത്. അനേകം മൂർത്തികളെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അനേകം പേരുകൾ അവിടെ പറയുന്നുണ്ട്. പേരുകൾക്ക് നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. വിശദമായിട്ട് അത് ഓരോ പേര് നമുക്ക് ഓർമ്മ വയ്ക്കാനും സാധ്യമല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ യുഗത്തിലും ഭഗവാനെ ഭജിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. നിരന്തരം ഭഗവാനെ ഭജിക്കൂ. ഒരു നിമിഷം പാഴാക്കാതെ ഭഗവാനെ ഭജിക്കൂ. ഒരു നിമിഷം പാഴാക്കാതെ എങ്ങനെ ഭജിക്കുക? നാമജപം. സ്ഥലം നോക്കണ്ട, എവിടെയാണെന്ന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല.
എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നാമജപം. അതാണ് കലിയുഗത്തിൻ്റെ ശ്രേഷ്ഠത. പക്ഷേ കൃതയുഗം അല്ലെങ്കിൽ സസ്യയുഗത്തിൽ 12,000 ദിവ്യവത്സരങ്ങളൊക്കെയാണ് അവർ തപസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള തപസ്, വളരെ കാലം നീണ്ടു നിൽക്കുന്നതായ തപസ് മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് മാത്രമേ സാധിക്കൂ. കലിയുഗത്തിൽ സാധ്യമല്ല. മനസ്സിൻ്റെ ശക്തി ഓരോ യുഗം കഴിയുമ്പോഴും ചുരുങ്ങി വരുന്നു. മനസ്സിൻ്റെ ശക്തി മാത്രമല്ല, ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ പ്രകൃതം തന്നെ മാറി വരുന്നു. ത്രേതായുഗത്തിൽ രാമചന്ദ്രപ്രഭുവിന് 84 അടി പൊക്കമാണെന്നാണ് പറയുന്നത്. 84. അപ്പോൾ മറ്റേ എന്താ പറയണ്ടേ, കൃതയുഗത്തിൽ അതിനേക്കാളും കൂടുതൽ. അവിടുന്ന് മെല്ലെ കുറയണു. ദ്വാപരയുഗത്തിലെത്തിയപ്പോൾ അത് കുറയണു. അങ്ങനെയാണ് ബലരാമൻ്റെ ഭാര്യയെ ബലരാമനെ താത്തിക്കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. കലിയുഗം വന്നപ്പോൾ അതിലും വെച്ച് താണു പോകുന്നു. എല്ലാം ചുരുങ്ങി വരുന്നു എന്നർത്ഥം. ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെ ശക്തിയും ബുദ്ധിയുടെ ശക്തിയും എല്ലാം ചുരുങ്ങി വരികയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒരേയൊരു മാർഗം നിരന്തര ഭഗവത് ചിന്ത കൊണ്ട് ഈ ജന്മത്തിനെ അവസാനിപ്പിക്കും. ഇനിയൊരു ജന്മം വേണ്ട എന്ന് പറഞ്ഞ് ആ സദാ ഉള്ളതായ ഭഗവത് ചിന്ത കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിൽ അർപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ജീവൻ മുക്തന്മാരാവും. ജീവിച്ചിരിക്കുമ്പോൾ മുക്തി നേടണം. ഇവിടുന്ന് പോയിട്ട് മുക്തി നേടാൻ സാധ്യമല്ല. ജീവൻ മുക്തന്മാരായിട്ട് രമണ മഹർഷി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, രാമകൃഷ്ണദേവൻ മുതലായവർ ജീവിച്ചിരിക്കുന്നതായ സമയത്ത് നേടുന്നു. അവർക്ക് ഇനിയൊരു ജന്മമില്ല എങ്കിലോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വരികയും ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം അവർക്ക് ചെയ്യണമെന്നുണ്ട്, വരാൻ സാധിക്കും.